ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആകോ? നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് റിവേഴ്സ് ആണ്. 8 ഓഫ് സോർട്സ് കാർഡ് റിവേഴ്സ് ആണ്. സൺ, 10 ഓഫ് സ്വാർട്സ്, എയ്റ്റ് ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് സോർട്സ്, Princess of Wands, Victory reverse ആണ്. നോക്കാം. ആദ്യത്തെ കാർഡ് 8 ഓഫ് സോർട്സ് കാർഡ് റിവേഴ്സ് ആണ്. 8 ഓഫ് സോർട്സ് കാർഡ് റിവേഴ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ്. ഫീലിംഗ് ഹെൽപ്ലെസ് എന്നാണ് പറയുന്നത്. അവരിലെ നിസ്സഹായാവസ്ഥയാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓൾഡ് സ്റ്റോറി എന്താണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റിലെ നിമിഷങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്, അവർ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളെ അവർ മറന്നിട്ടില്ല എന്ന് കാർഡ് പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഫീലിംഗ് ഹെൽപ്ലെസ് ആയിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. സൺ എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും, അത് ഉറപ്പ് തന്നെയാണ്. ഒരു കംപ്ലീഷനെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളെ വേണമെന്ന ആഗ്രഹമുണ്ട്. ആദ്യത്തെ കാർഡിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? യെസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് അവരെത്തിയാൽ മാത്രമേ അവരുടെ ലൈഫ് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഇൻസ്പിറേഷണൽ സക്സസ് എന്നാണ് പറയുന്നത്. പ്രചോദനമാണ് കാണിക്കുന്നത്. നിങ്ങളെ അവർക്ക് അത്ര കണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അബണ്ടൻസ്, ഫുൾഫിൽമെൻറ്റ് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ അവരുടെ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളിലെ ഇന്നർ ബ്യൂട്ടിയെ അവിടെ കാണിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെയാണ് അവരിപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നത്. ഇവിടെ ബാഹ്യ സൗന്ദര്യത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം കാണിക്കുന്നത്.
ഇന്ന് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലേ? എങ്ങനെയാണ് ഒരാൾക്ക് ഒരാളെ മിസ് ചെയ്യുക? അവിടെ സ്നേഹം അത്രയേറെ തീവ്രമാകുമ്പോഴാണ് അവിടെ മിസ്സിങ് എനർജി അവിടെ ഉണ്ടാവുക. ഇന്ന് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാണുള്ളത്. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഇവിടെ ഒരു കംപ്ലീഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, ഉറപ്പ് തന്നെയാണ്. അവരുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. അതെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള സാഹചര്യത്തെയാണ് ഇവിടെ 10 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. ഒരു മഴയെയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലായിരുന്ന ഈ ഒരു നിമിഷത്തിൽ ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദനയ്ക്ക് ഒരു ശമനമായി എന്നാണ് പറയുന്നത്. അത്രയേറെ നീറിക്കൊണ്ടൊരുകുന്ന നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കാനായിട്ട് അവർ വരുന്നു. പെയിൻഫുൾ എൻഡിങ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു, നിങ്ങളും അവരും സെപ്പറേഷനിലായിരുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലുണ്ടായിട്ടുള്ള വേദനകൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത്, അവസരമാണ്. നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരുവാനായിട്ടുള്ള അവസരത്തെ യൂണിവേഴ്സ് കാണിക്കുന്നു. ഡീപ്പ് ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലെ വേദനകൾ, മുറിവുകൾ ഉണങ്ങാൻ പോവുകയാണ്. ഇവിടെ ഹോപ്പ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ എല്ലാ ദിവസവും ഹീലാവുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ തീവ്രത തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും ഹീലാവുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയേറെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ അത് സാധ്യമാകുമെന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്താൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് ഓരോ കാർഡ്സും പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നെഗറ്റീവ് എനർജിക്ക് സ്ഥാനമില്ല, സംശയത്തിന് സ്ഥാനമില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഓരോ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ മുടക്കരുത് കേട്ടോ. ഇന്ന് ഞാനിത് എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഒരു സെലിബ്രിറ്റിയുടെ വീഡിയോ ആണ്. അതിലവർ പറയുന്നുണ്ട്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾ സാധിച്ചു. ഇവിടെ സംശയിക്കാൻ പാടില്ല, പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ആവശ്യം. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് ലഭിച്ചതിന് താങ്ക് യു എന്ന് പറയണം യൂണിവേഴ്സിനോട്. അനന്ത സാധ്യതകൾ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ കയ്യിലുള്ളത്. നമ്മൾ ചോദിക്കാതെ നമുക്ക് ഒന്നും കിട്ടില്ല. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ അത് ചോദിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, നിങ്ങളിലേക്ക് കിട്ടും. അത് എടുത്തു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് സംശയമുണ്ട്, എൻ്റെ പേഴ്സണിലേക്ക് എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി പേര് പറയുന്നുണ്ട്, എൻ്റെ പേഴ്സണിലേക്ക് വന്നില്ലല്ലോ, ഒത്തിരി നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം 2 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. നിരന്തരം നമ്മളുടെയാണ് ആവശ്യം. നമ്മൾക്കാണ് നമ്മുടെ പേഴ്സൺ തിരിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്കാണ് ഓരോ കാര്യങ്ങളും നേടിയെടുക്കേണ്ടത്. അത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ സാധിക്കുള്ളൂ. ഇവിടെ സാധിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. 8 ഓഫ് വൺസ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്പീഡായിട്ടുള്ളൊരു ആക്ഷൻ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവർ യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവിടെ വലുതും ചെറുതുമായിട്ടുള്ള 8 ആഗ്രഹങ്ങളെ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസയേഴ്സ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്കമിങ് പോസിറ്റീവ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവരിൽ നിന്നും കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. കാണുവാനായിട്ടുള്ള അവസരത്തെയും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സമയമായി. ഫോളോയിങ് ടു ദ ഫ്ലോ ഓഫ് ദിസ് ക്വിക്നിങ് എനർജി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് സാധിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഹെഡ് ഓൺ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് സാധിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. വളരെ സന്തോഷം തോന്നുന്ന നിമിഷത്തെ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. നിങ്ങൾ സന്തോഷിക്കാൻ പോവാണ്.
കാരണം അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് അവർക്ക് ഫീലിംഗ് സ്റ്റക്ക് എനർജി പോലെ തന്നെയാണ്. അത് മറ്റുള്ള വ്യക്തികളുടെ എനർജിയാണ്, ഇടപെടലാണ്. പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കും. തടസ്സങ്ങൾ ഉണ്ടാവാം, ഏതൊരു ബന്ധമാണെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാം. നമ്മൾ മാത്രമാണ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ നമുക്ക് നല്ലത് വരുന്നത് ചെയ്യുമോ? ഇല്ല. ആ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷനെയാണ് പറയുന്നത്, അവരെടുക്കുന്ന തീരുമാനത്തെയാണ് പറയുന്നത്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനത്തെ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. സക്സസ് എന്നാണ് പറയുന്നത്. ഇവിടെ ക്വിക്കായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതയെ കാണിക്കുന്നു. അവർ അവരുടെ സ്വപ്നങ്ങളെ നിങ്ങളിലേക്ക് തരാണ്. അവരുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് തരാമെന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്വപ്നങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും അവരും മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് അവരുടെ കൈകൾ ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആക്ഷൻ എടുത്തു കഴിഞ്ഞു, തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്തിക്കൂടാ. അവരുടെ ലൈഫിലേക്ക് അവരെ ക്ഷണിക്കാനായിട്ട് പോവുകയാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ആ ഒരു ജീവിതത്തെ മുന്നോട്ട് കാണുമ്പോഴാണ് എല്ലാം പൂർണ്ണതയിൽ എത്താൻ പോകുന്നത്, അല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ഒരു ലൈഫല്ലേ ഉള്ളൂ. പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്, ഫ്യൂച്ചർ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. പാസ്റ്റ് കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. പാസ്റ്റ് ലൈഫുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫുണ്ട് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഒരു നിമിഷം മാത്രമാണ് നമ്മൾ അനുഭവിച്ചറിയാൻ പോകുന്നത്. ആ ഒരു നിമിഷത്തെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മുടെ പേഴ്സൺ തിരിച്ചു വരേണ്ടത്, അല്ലേ? ഇവിടെ ഒത്തുചേരൽ എന്ന് പറയുന്നത് നമ്മൾ അത്രമേൽ ആഗ്രഹിക്കണം. ആ ഒത്തുചേരലിലേക്ക് നമ്മുടെ പേഴ്സണെ യൂണിവേഴ്സ് തിരിച്ചെത്തിക്കണം, അല്ലേ? അത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, പ്രിൻസസ് ഓഫ് വാൻസ്. അവരിലേക്ക് ഒരു ഇൻസ്പിറേഷൻ വന്നു എന്നാണ് പറയുന്നത്. തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു കാര്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നു, നിങ്ങളുടെ എനർജി കാണിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളെ അത്രമാത്രം നിങ്ങളുടെ പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പാർക്കാണ് നിങ്ങളിലേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ എവിടെ നിന്നും അത് കിട്ടിയിട്ടില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള കണ്ട നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു ദിവസം അവർ ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങളും അവരും കണ്ടുമുട്ടിയിട്ടില്ല ആ ഒരു ദിവസം. അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലം തന്നെയാണ് ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ ഒരു ദിവസത്തെക്കുറിച്ച്, അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുതന്നെയാണ് ഇന്ന് അവരിലേക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവരെ തോന്നിപ്പിക്കുന്നതും. ആസ് എ ഡ്രീമർ അവർ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതെന്ന് പറയുന്നത് നിങ്ങളാണ്. ഒരു ഫ്ലെയിം, ഒരു ലൈറ്റ് കണ്ടിട്ടുള്ളത്, ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ് കണ്ടിട്ടുള്ളത്, ഒരു സ്പാർക്ക് കണ്ടിട്ടുള്ളത് നിങ്ങളിൽ മാത്രമാണ് എന്ന് തന്നെയാണ് ഇവിടെ അവർ ചിന്തിക്കുന്നത്. പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, അവർ ആക്ഷൻ എടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ 6 ഓഫ് വാൻസ് കാർഡ് കാണുന്നില്ലേ? ഇത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആണ് വന്നെങ്കിൽ നമുക്ക് പറയാം ഇന്ന് തന്നെ വിക്ടറി എന്ന് പറയാം. ഇന്ന് തന്നെ വിക്ടറി, ഇന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയാം. റിവേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് മീൻ ചെയ്യേണ്ടത് സെൽഫ് ഡൗട്ട് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ, നിങ്ങളെ കാണുവാനായിട്ട് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. സെൽഫായിട്ട് ഡൗട്ട് എന്ന് പറയുമ്പോൾ, ഇവിടെ സംശയം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള സംശയത്തെയാണ് കാണിക്കുന്നത്. അവരെല്ലാം കൊണ്ടും നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തടസ്സം പറയുമോ? ഇത്രയും നാളും നിങ്ങൾ സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ്, അവിടെ മാറ്റമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ എനർജി വേണ്ട എന്ന് പറയുമോ എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒത്തിരി പേർക്ക് ഇപ്പോൾ കോളോ മെസ്സേജോ വന്നിട്ടുണ്ടാവാം. നിങ്ങളാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്, ഒരു ബ്ലോക്ക് എനർജി കൊടുക്കുന്നത്. വേറെ ആരുമല്ല, ഇപ്പോൾ ഒരു ബ്ലോക്ക് എനർജി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ്
ഇവിടെ കാർഡ്സ് പറയുന്നത്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവർ മെസ്സേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങളാണ് ഇവിടെ താൽക്കാലികമായിട്ട് ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ വ്യക്തത വരണം. ഇത്രയും നാളും എന്നെ വേദനിപ്പിച്ചിട്ട് മാറി നിന്നിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് അവർ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞത് ഉറച്ചതാണോ, ഇനി നിങ്ങളിൽ നിന്ന് മാറിപ്പോവില്ലേ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നോക്കാം എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന് നോക്കാം, നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് നോക്കാം. ഒറക്കിൾ ഡെക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെയാണ് ലൈഫ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒരു കാർഡ് വീണിട്ടുണ്ട്. എഫെമറൽ എന്നാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. അതോടെ വെക്കുന്നുണ്ട്. സ്റ്റേ വിജിലൻറ്റ്. നിങ്ങളുടെ എനർജിയാണ് കേട്ടോ കിട്ടുന്നത്. 2 കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ്. ടൈംലെസ് എലഗൻസ്, ഓൺ ദി മൂവ്, സ്റ്റഡി സപ്പോർട്ട്, two sides, wish granted. യെസ്, അവർ വന്നു കഴിഞ്ഞു. പക്ഷെ തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ചിന്തകളെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. സ്റ്റെബിലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. നോക്കാം. എഫെമറൽ. ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഹ്രസ്വകാല ബന്ധമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മോശം ബന്ധമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയിട്ടുള്ളൊരു ബന്ധമായിരിക്കണം. എല്ലാവർക്കും നല്ല പറയുന്നേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറച്ച് പേർക്കെങ്കിലും കുറച്ചു കാലം വന്നിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ ആയിട്ട് പോയിട്ടുള്ളൊരു ബന്ധം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്നേഹമുണ്ടോ ഇല്ല എന്നല്ല, ഷോർട്ട് ടൈം ഹാവിങ് ഫൺ, നല്ല നിമിഷങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അത് നിങ്ങളിലൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിനി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എല്ലാവർക്കും നല്ല പറയുന്നേ, കുറച്ച് പേരുടെ എനർജിയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. അപ്പം അതാണ് നിങ്ങൾക്കൊരു സംശയമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇനി വന്നാലും കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കണം. സ്റ്റേ വിജിലൻറ്റ്, നിങ്ങളുടെ എനർജി തന്നെയാണ്. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു എൻഷുർ യുവർ വെൽ ബീയിങ്. ഇവിടെ നിങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇനി ഒരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നത്. എവർ ഹെൽത്തി കൺട്രോൾ എന്നാണ്. നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി അവയർനെസ് നിങ്ങളിലേക്ക് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ബൗണ്ടറി സൃഷ്ടിക്കണം. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് ചെറിയ ചെറിയ നിബന്ധനകൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. ആ ഒരു തീരുമാനത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് ഒരു ചെറിയ തടസ്സമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. ഇനി മടങ്ങി പോകാൻ പാടോ? അല്ലേ, നിങ്ങൾ അത്ര കണ്ട് വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനം നിങ്ങൾ എടുക്കുന്നത്. ടൈംലെസ് എലഗൻസ്. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സംവൺസ് ഹൂ ലവ്സ് യു. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുകയാണ്. അതായത് എപ്പോഴും അവർക്ക് നിങ്ങൾ സുന്ദരനോ സുന്ദരിയോ ആണ് എന്നാണ് പറയുന്നത്. കോൺഫിഡൻറ്റ്, റിയൽ, സ്റ്റാർട്ടേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളെ എത്ര കണ്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി, നിങ്ങൾ, അതത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഓൺ ദ മൂവ്, മൂവിങ് എവേ ഓർ ഗെറ്റിംഗ് എ ന്യൂ ഹോം ടുഗദർ. ദൂരേക്ക് മാറുകയോ ഒരുമിച്ചൊരു വീട് വാങ്ങുകയോ ചെയ്യുക, താമസം മാറാനാണ് പറയുന്നത്. കുറച്ച് പേരുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്.
കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് പറയുന്നത്, ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറച്ച് പേർക്കൊക്കെ ഇവിടെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാവാം അല്ലേ, ഒത്തിരി പേര് നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സം നിൽക്കുന്നവരായിട്ടുണ്ടാവാം. അപ്പോൾ അവരിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ താമസം മാറാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണ് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ടുള്ളൊരു സ്പേസ് തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനാണ് വാല്യൂ. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദൂരേക്ക് മാറാൻ, ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും ദൂരേക്ക് മാറാനാണ് പറയുന്നത്. സ്റ്റഡി സപ്പോർട്ട് ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് എഫേർട്ട്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ, സംയുക്തമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഒരു അടിത്തറ കെട്ടാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം തകരാനായിട്ട് മറ്റുള്ള വ്യക്തികളുണ്ട്, ഇനി അവർക്കൊരു അവസരം കൊടുക്കരുത്. പൂർണ്ണമായിട്ടും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു അടിത്തറ കെട്ടി ഇനി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇനി നിങ്ങളെ തകർക്കാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റുള്ള വ്യക്തികളെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരരുത് കേട്ടോ. അത് തന്നെയാണ് പറയുന്നത് ഇവിടെ. യുണൈറ്റഡ്, ലാസ്റ്റിംഗ്, സ്റ്റേബിൾ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അത് ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. മുന്നോട്ട് പോകണമെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ജീവിതം വേണമെങ്കിൽ, ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ടു സൈഡ്സ് നാവിഗേറ്റ് ദി ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. ഇവിടെ കൊടുക്കൽ വാങ്ങലുകളാണ് പറയുന്നത്. അത് സന്തുലിതമായിട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഇക്വാലിറ്റി കണ്ടെത്താനാണ് പറയുന്നത്, തുല്യത. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അത് അതേ രീതിയിൽ അവർ തിരിച്ചു തരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തി നിങ്ങൾ തന്നെയാണെന്നാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, രണ്ടുപേരുടെ സൈഡിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യത്തെയാണ് പറയുന്നത്. പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ് പറയുന്നത്. ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. എല്ലാ രീതിയിലും ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ടൈം, എഫേർട്ട്, സ്റ്റോറീസ്. ഇവിടെ നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉണ്ട്, നിങ്ങളുടെ എഫേർട്ടിന് വാല്യൂ ഉണ്ട്. നിങ്ങളുടെ കഴിഞ്ഞുപോയ ലൈഫ്, ആ സ്റ്റോറീസിനും ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത്ര കണ്ട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇനി നഷ്ടപ്പെടുത്തിക്കൂടാ. അപ്പോൾ രണ്ടുപേരുടെ വശങ്ങൾ മനസ്സിലാക്കുക. തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്. ഇവിടെ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ തന്നെയാണ്. വിഷ് ഗ്രാൻഡഡ്. ഇറ്റ് ബിക്കംസ് എ ഫൈറ്റൈൽ വെൻ യു മേക്ക് ഇറ്റ് റിയൽ. മാജിക്, എവേർട്ട്, റിസൾട്ട്സ്. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴങ്കഥയാണെന്നാണ് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടിരിക്കുന്നു, അത് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ്, നിങ്ങളുമൊത്തുള്ള നല്ലൊരു ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സ്റ്റെബിലിറ്റിയാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. പോയ്സ്, കാം, സ്റ്റഡി. ഈ ഒരു ബന്ധത്തിൽ ബാലൻസ് കണ്ടെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ വേണമെന്ന് പറയുന്നു, സ്റ്റെബിലിറ്റി വേണമെന്ന് പറയുന്നു. ക്ഷമ തന്നെയാണ് ആവശ്യം, സ്ഥിരത എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ ക്ഷമയും സ്ഥിരതയും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും ആവശ്യം എന്താണ്? ശാന്തതയാണ്. രണ്ട് സൈഡും കേൾക്കുക. നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവാം, അവർക്കും പറയാനുണ്ടാവാം. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചിട്ട് ഇനി നിങ്ങളുടെ ബന്ധത്തിൽ അതിനെക്കുറിച്ചൊരു ചർച്ച ഇനി ആവശ്യമില്ല. അഥവാ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, സോൾവ് ചെയ്യുകയാണെങ്കിൽ ശാന്തമായിട്ട്. ഇനി തെറ്റിത്തിരിഞ്ഞു പോകരുത്, പിരിഞ്ഞു പോകരുത്. ഇനി അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങളുടെ വ്യക്തത വരുത്തണം. അത് ശാന്തമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു.
ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.